ഒരു വലിയൊരു യാത്രയുടെ ഒരു വിശേഷം പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഈ യാത്ര ചെയ്തത് എൻ്റെ ഒരു വളരെ അടുത്ത ഫ്രണ്ട്, സുഹൃത്തായിട്ടുള്ള ഇന്ദുലേഖ എന്ന് പറഞ്ഞ ടീച്ചറാണ്. ടീച്ചർ തൃപ്പൂണിത്തറയാണ് വീട്, ഇപ്പോഴും വർക്ക് ചെയ്യണു. ഈ നമ്മളുടെ ഈ ക്രിസ്മസ് വെക്കേഷനിൽ ആകെ 10 ദിവസമാണ് ലീവുള്ളൂ, പക്ഷേ കുറച്ചുകൂടി അഡീഷണൽ ഒരു 10-20 ദിവസത്തോടെ ഇത് ലീവ് എടുത്ത് ആൾ ഇന്ത്യ കാണാനിറങ്ങി. ഇന്ത്യ കാണാനിറങ്ങുമ്പോൾ തന്നെ എന്നെ വിളിച്ചിരുന്നു. വല്ലപ്പോഴും ഒരു ഫോട്ടോസൊക്കെ ഇടാറുണ്ട്, പക്ഷേ വീഡിയോ ഒന്നും എനിക്ക് അങ്ങനെ കിട്ടാൻ പറ്റാറില്ല, കാരണം അവിടെ നെറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ഒരുപാട് വീഡിയോകളൊക്കെ എടുത്തൊക്കെ ഒന്ന് കൂട്ടിയിണക്കി കണ്ട ഇന്ത്യ, പല സ്ഥലങ്ങളിലും പോയി കണ്ട ഇന്ത്യയുടെ വീഡിയോ മനോഹരമായിട്ട് ചിത്രീകരിച്ചത് എനിക്ക് അയച്ചു തന്നപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. ഒരു സോളോ ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് വേറൊരു വ്യത്യസ്ത അനുഭവമാണ്. നമ്മളൊരുപാട് ടൂറുകൾ പോകാറുണ്ട്, നമ്മുടെ ഫ്രണ്ട്സായിട്ട് ടൂറുകൾ പോകാറുണ്ട്, ഫാമിലീസ് പോകാറുണ്ട്, അല്ലെങ്കിൽ വല്ല സംഘടനകളിൽ നിന്ന് നമ്മൾ ടൂർ പോകാറുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ചർച്ചിൽ നിന്ന് നമ്മൾ ടൂർ പോകാറുണ്ട്. അതൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ പോവാണ്. നമ്മൾ ഒന്നിനും ബോധർ ചെയ്യേണ്ട കാര്യമില്ല, ഒരു പേടിയും പേടിക്കണ്ട. അതിൻ്റെ ലീഡർ പറയുന്നു, നമ്മളിങ്ങനെ നടക്കുന്നു. പക്ഷേ ഇത് ഒറ്റയ്ക്ക് അത് ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുന്നു, അവിടെ ചെന്നിറങ്ങി അവിടുത്തെ ലോക്കൽ ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുന്നു, അവിടുത്തെ കിട്ടുന്ന റിക്ഷ വണ്ടികളിൽ അല്ലെങ്കിൽ നടക്കാനുള്ള ദൂരമാണെങ്കിൽ നടന്ന് യാത്ര ചെയ്യുന്നു. ഇനി താമസിക്കാൻ മുന്നേ റൂമൊന്നും ബുക്ക് ചെയ്യുന്നില്ല. ടീച്ചർ പറഞ്ഞത് അവിടെ ചെല്ലുമ്പോൾ ഏതാണ് അവിടുത്തെ ആ അവസ്ഥയ്ക്കനുസരിച്ച് ഏതാണ് നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് കുറവിൽ നമുക്ക് സാധാരണ ആളുകൾ താമസിക്കുന്ന, ജീവിക്കുന്ന, ചെയ്യുന്ന, ഭക്ഷണം കഴിക്കുന്ന ആ രീതിയിൽ തന്നെ ടീച്ചർ ഇന്ത്യയെ കണ്ടറിയാൻ വേണ്ടി ഒരു 10-25 ദിവസത്തോളം യാത്ര ചെയ്തതിൻ്റെ വീഡിയോ മനോഹരമായിട്ടുണ്ട്. ടീച്ചറെ നല്ലൊരു ബിഗ് ക്ലാപ്പ് തരാണ്. എന്തായാലും മനോഹരമായിട്ടുണ്ട്. ടീച്ചറോട് മുന്നുണ്ടായിരുന്നതിനേക്കാൾ ഒന്നുകൂടി ഒരു ബഹുമാനവും ആരാധനയൊക്കെ കൂടി. കാരണം ഈ നമ്മുടെ ലേഡീസിന് അല്ലെങ്കിൽ വനിതകൾക്ക് ഈ രാജ്യത്ത് തന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്ന് പറയണ ഈ കാലഘട്ടത്തിൽ ഇത്രയും ദിവസം വളരെ ആവേശത്തോടു കൂടി തനിച്ച് ഈ യാത്ര ചെയ്യാൻ കാണിച്ച ആ ധൈര്യത്തിന് മുന്നിൽ എന്തായാലും ഈ നമ്മളുടെ കേരളത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഞാൻ നന്ദി പറയാണ്. എന്തായാലും ഇനിയും ഇത്തരത്തിലുള്ള യാത്രകൾ തുടരണം. ഒരു യാത്ര കൊണ്ട് ഇന്ത്യയുടെ എല്ലാ മുക്കുമൂലയിലെത്തില്ല എന്നറിയാം. 2-3 സ്റ്റേറ്റൊക്കെ ആവും ചിലപ്പോൾ കവർ ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും ടീച്ചറെ ഇതേപോലത്തെ വീഡിയോകൾ ഇനിയും അയയ്ക്കുക. കാരണം എത്രയൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണെന്ന് പറഞ്ഞാലും നമ്മളെടുക്കുന്ന ഫോട്ടോസും നമ്മളെടുക്കുന്ന വീഡിയോയും വേറൊരാൾക്ക് ചിലപ്പോൾ എത്തിപ്പെടാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇതുവരെ ഒരിക്കലും കാണാൻ പറ്റാത്ത വീഡിയോയൊക്കെ ആയിട്ട് മാറാറുണ്ട്. തുടരുക. വളരെ സ്നേഹത്തോടെ താങ്ക്സ് പറയുന്നു. ഓക്കെ, ബൈ, കാണാം. താങ്ക് യു.